ഹേ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുമ്പോൾ അബുദാബി ടു ബാക്കു എയർപോർട്ട് വ്ളോഗാണ്. ആൻഡ് നമ്മളിപ്പോൾ ഉള്ളത് അബുദാബി എയർപോർട്ടിലാണ്. സോ ഞങ്ങൾ രാവിലെ ബ്രെഡ് ആൻഡ് ഓംലെറ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിൽ ലഞ്ച് ഉണ്ട്, ബട്ട് നമ്മൾ പേ ചെയ്യണം. സോ ഞങ്ങൾ വിചാരിച്ചു പുറത്തുനിന്ന് ഇവിടെ ഫുഡ് കോർട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോകാമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ടെക്സസിൽ കയറിയിട്ട് ടെക്സസ് ചിക്കന് കഴിച്ചു. ആൻഡ് ഫ്ലൈറ്റ് ഏകദേശം ഒരു 2 മണിൻ്റെ ഒരു ടൈമിലായിരുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഞങ്ങൾ ഈ വാഷ്റൂമിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ കോൾ വരുന്നുണ്ടായിരുന്നു, ഫാത്തിമ പ്ലീസ് കം ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഓടി, കാരണം നമ്മുടെ ഫുഡ് കോർട്ടും നമ്മുടെ ഗേറ്റും രണ്ടും വേറെ വേറെ എൻഡിലായിരുന്നു. അപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു നടക്കാൻ വേണ്ടിയിട്ട്. ഇവരാണെങ്കിൽ ഇങ്ങനെ കുറേ പ്രാവശ്യം വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഗേറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്യും, നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഫ്ലൈറ്റ് എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ 2 ആൾക്കാർക്കും നല്ല ടെൻഷനായി. സോ ഞാൻ പെട്ടെന്ന് ഓടി. അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് എയർ അറേബ്യ ആയിരുന്നു. ഈ അബുദാബിയിൽ നിന്ന് ബാക്കുവിലോട്ട് 3.5 hours ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഉറങ്ങണ്ട, എന്നും ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഞാൻ ഉറക്കമാണ്. സോ ഇപ്രാവശ്യം ഒന്ന് ഉറങ്ങാതിരുന്നേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ബുക്ക് വായിച്ചിരുന്നു, ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് അസ്. ഇതാണിപ്പോൾ ഞാൻ കറക്റ്റ്ലി വായിക്കുന്നത്, തീർന്നിട്ടില്ല. ഇതാരെങ്കിലും വായിക്കുന്നവരുണ്ടെങ്കിൽ പറയണം, ബിക്കോസ് ഇറ്റ്സ് റിയലി ഗുഡ്. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ ഗ്ലിറ്റർ പെന്ന് വെക്കലുണ്ട്, കാരണം എനിക്ക് ഏതെങ്കിലും ലൈൻസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ അണ്ടർലൈൻ ചെയ്തിടാനോ അല്ലെങ്കിൽ എഴുതാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ വീണ്ടും നോക്കുമ്പോൾ അതിങ്ങനെ വായിക്കുമ്പോൾ അതൊരു രസമാണ്. അപ്പം അങ്ങനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും കയ്യിൽ വെക്കലുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു സ്നാക്ക് ഇരുന്ന് കഴിച്ചു. ഉറങ്ങാൻ പാടില്ലല്ലോ, ബോറടിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇങ്ങനെ വെറുതെ നോക്കി നിന്ന് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചു പാട്ട് കേട്ടേക്കാം, കാരണം എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ നല്ല സൈലൻ്റാണ്. ജസ്റ്റ് ആ ഒരു ഫ്ലൈറ്റിൻ്റെ ആ സൗണ്ട് മാത്രമേ, സൂ എന്ന് പറഞ്ഞ സൗണ്ടില്ല, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ മൊബൈലിലാണ് ഞാൻ സ്പോട്ടിഫൈയിലാണ് പാട്ട് കേൾക്കൽ. അപ്പം അമ്മൻ്റെ മൊബൈലിൽ ഓഫ്ലൈൻ ആയിട്ടുള്ള സോങ്സൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. സോ ഞാനങ്ങനെ അത് ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഇങ്ങനെ ഓരോ എക്സ്പ്രഷൻസൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് മമ്മ എണീറ്റത് ഞാൻ കണ്ടത്. അങ്ങനെ നമ്മൾ ഫൈനലി അസർബൈജാൻ എത്തി. ഞങ്ങൾ ചെക്ക് ചെയ്ത സമയത്ത് അവിടെ ശരിക്കും പറഞ്ഞാൽ ക്ലൈമറ്റ് ചൂടായിരുന്നു, പക്ഷെ ഞങ്ങളവിടെ എത്തിയപ്പോൾ തണുപ്പായിരുന്നു, നല്ല തണുപ്പായിരുന്നു. സോ നമ്മുടെ എയർപോർട്ട് വ്ളോഗ് ഇവിടെ തീരുകയാണ്. ഇനി അസർബൈജാനിലുള്ള വ്ളോഗ്സൊക്കെ വരുന്നുണ്ട്, അപ്പോൾ എല്ലാവരും കാണണം. ബൈ.